എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഈ പകലിൽ നമുക്ക് ഒന്നിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഈ പകൽക്കാലം നമുക്ക് ഒന്നിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല കൃപയ്ക്കായി സ്തോത്രം. അല്പസമയങ്ങൾ ഒരു വേദഭാഗം ചിന്തിച്ചു പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൽ 26-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിച്ച് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഷേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. സ്വതം ഇത് പകലിൽ നാം ചിന്തിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ചിന്തിച്ച ദൈവസഭയെ കുറിച്ചാണ്. സഭ എന്താണ്? കെട്ടിയടച്ച ഒരു തോട്ടമാണ് ദൈവസഭ. വീണ്ടും താഴേക്ക് വരുമ്പോൾ സഭയുടെ വളർച്ചയെ കുറിച്ച് നാം ചിന്തിച്ചു. അപ്പൊ ഇന്ന് നാം ചിന്തിക്കുന്ന സഭയുടെ വളർച്ചയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം സഭയെക്കുറിച്ചും കെട്ടിയടച്ച തോട്ടത്തെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു. എന്നാൽ ഈ പകലിൽ സഭ വളരുന്നതിനെ കുറിച്ച്, സഭയുടെ വളർച്ചയെ കുറിച്ചാണ് നാം ചിന്തിക്കുക. സഭ വളരുവാൻ 5 കാര്യങ്ങളാണ് സഭയ്ക്കകത്ത് ആവശ്യം. സഭ വളരുന്നതിന് ആവശ്യം 5 കാര്യങ്ങളാണ്. അത് ഒന്നൊന്നായി നമ്മൾ ഇന്ന് പകലിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ ശരണം പ്രാപിക്കാൻ പോകുകയാണ്. ആദ്യത്തെ പദം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു കേട്ട വേദഭാഗം. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധിക്കുന്ന സഭ വളയത്തില്ല, അത് വളരും. സ്തോത്രം. ആരാധിക്കുന്ന സഭ മാത്രമേ വളരത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലിൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അക്കാലത്തെ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. തിരുവചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നാം പഠിക്കുമ്പോൾ ഇതിനകത്ത് സവിസ്തരമായി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ഒരു പദമാണ് ആരാധന എന്ന പദം. ഹല്ലേലൂയ. യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുപ്പീൻ. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ പറഞ്ഞു അക്കാലത്തെ യഹോവയുടെ ആരാധന തുടങ്ങി. വീണ്ടും മുമ്പോട്ട് പോയി കഴിയുമ്പോൾ സ്തോത്രം, മോശയോട് ദൈവം പറയുന്നുണ്ട്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അങ്ങനെ തുടങ്ങി അങ്ങോട്ട് ആരാധനയുടെ ഒരു തലത്തെ കുറിച്ച് നാം കണ്ടുവരുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് പറയുന്ന ഒരു പദമുണ്ട്. ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കാലം വരും എന്നുള്ളത്. സ്വന്തം മലയ മുറിക്കകത്തും വെളിപ്പെട്ടത് ആരാധനയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ആരാധനയാണ്. പുതിയ നിയമം മുഴുവനും ആരാധനയുടെ ഒരു തലമാണ്. സ്തോത്രം. ആരാധിക്കുന്നവന് ഒരു വിടുതലുണ്ട്. ആരാധിക്കുന്നവനൊരു ദൈവപ്രവൃത്തി കണ്ടിരിക്കും. ആരാധിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് എന്തെല്ലാം ശൂന്യതയുണ്ടെങ്കിലും അതായിരിക്കരുത് ആരാധനയ്ക്ക് തടസ്സം. മറിച്ച് നിന്റെ വീടിനകത്ത് എന്തെല്ലാം ശൂന്യതകൾ ഉണ്ടായാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആരാധനയ്ക്ക് മുടക്കം വരുത്തരുത്. ആരാധനയ്ക്ക് കുറവ് കാണിക്കരുത്. ആരാധനയ്ക്ക് ദാരിദ്ര്യം കാണിക്കരുത്. ഇന്ന് പകലിൽ ആരാധിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. സ്തോത്രം. ആദമിനും ഹൗവയ്ക്കും ഉണ്ടായ 2 സ്തോത്രം സന്തതികൾ, കായീനും ഹാബേലും ദൈവത്തിന് ആരാധന കഴിക്കാൻ വേണ്ടി കടന്നുപോയ ഒരു വേദഭാഗം നാം വായിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയ 2 പേർ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി ആരാധന കഴിച്ചു വന്നവർ. എന്നാൽ ഒരാരാധനയ്ക്കകത്ത് ദൈവം പ്രസാദിച്ചു, മറ്റൊരു ആരാധനയ്ക്കകത്ത് ദൈവം പ്രസാദിച്ചില്ല. ഒരാരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായത് ഹല്ലേലൂയ ഹാബേലിന്റെ ആരാധനയ്ക്കകത്താണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായത്. കായീന്റെ ആരാധനയ്ക്കകത്ത് ദൈവപ്രസാദം ഉണ്ടായില്ല. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വീടിനകത്ത് ഒരു വിടുതൽ ആവശ്യമാണോ? നിന്റെ സഭയ്ക്കകത്ത് ഒരു വിടുതൽ ആവശ്യമാണോ? ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാ. ആരാധിക്കാൻ തയ്യാറാണ്
ആണെങ്കിൽ ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുക. വ്യക്തിപരമായ ജീവിതത്തിനകത്താണോ നിനക്കൊരു വിടുതൽ ആവശ്യം? ഇന്ന് പകൽ സ്വർഗത്തിലെ തമ്പുരാൻ അവൻ അത് തരാൻ ശക്തനാണ്. ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ട് ദൈവം തന്റെ പ്രവൃത്തികളെ അതിശീഘ്രമായി വെളിപ്പെടുത്തി നൽകാൻ വിശ്വസ്തനെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. എന്നോട് വായിച്ചേ. യാതൊരു ശാപവും ഇനിയും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. സ്തോത്രം. ആദ്യത്തെ പദം അക്കാലത്തെ യഹോവയുടെ ആരാധന തുടങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു അക്കാലത്തെ യഹോവയുടെ ആരാധന തുടങ്ങി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പറ്റം ദൈവജനം എഴുന്നേൽക്കേണ്ടത് അനിവാര്യമാണ്. സ്വർഗത്തിൽ ആമേൻ ദൂതന്മാർ ആമേൻ പരിശുദ്ധൻ പരിശുദ്ധൻ ആമേൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആമേൻ സ്വർഗത്തിൽ ദൂതന്മാർ ആമേൻ സ്തോത്രം ആരാധന നടത്തുമ്പോൾ ഇന്ന് പകൽക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കൊണ്ട് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ആമേൻ ആരാധിക്കുന്നവരായി തീരണമെന്ന്, ആരാധനയിൽ സ്ഥിരതയുള്ളവരാകണമെന്ന്, ആരാധനയിൽ വർദ്ധിച്ചു വരണമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്. സഭ വളരുവാൻ ആമേൻ ആദ്യത്തെ ഘട്ടം ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, സഭയ്ക്കകത്ത് ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ആരാധിക്കുന്ന സഭയായിരിക്കണം. ആരാധിക്കുന്ന സഭയ്ക്ക് മാത്രമേ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ആരാധിക്കുന്ന സഭയ്ക്ക് മാത്രമേ ഒരു ദൈവപ്രവൃത്തിയെ വിളിച്ചു വരുത്താൻ സാധിക്കുകയുള്ളൂ. ആരാധിക്കുന്ന സഭയ്ക്കകത്ത് മാത്രമേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കാം? ആദ്യത്തെ പദം ആരാധിക്കുന്ന സഭയായിരിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരാധിക്കുന്ന ഒരു സഭയായിരിക്കണം. ആരാധിക്കുന്ന ഒരു സഭയ്ക്കകത്താണ് ദൈവം തന്റെ മഹത്വത്തെ കൈമാറുന്നത്. ദൈവം തന്റെ പ്രവൃത്തികളെ അതിശീഘ്രമായി സ്തോത്രം ആമേൻ അയക്കുന്നത്. ഇന്ന് പകൽക്കാലം ആമേൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു കൈപ്പണിയായി ഉണ്ടാക്കുന്ന ഒരാലയത്തിനകത്തും ഞാൻ ഇരിക്കുന്നില്ല, ഒരാലയത്തിനകത്തും ഞാൻ ഇല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ അല്പം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട എന്ന് തെളിയിച്ചുകൊണ്ട് ആരാധനത്തിനകത്ത് സ്തുതിയുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ അവിടെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ വിശ്വസിക്കുന്നവർ എവിടെ കടന്ന് വിളിച്ചാലും അവിടെ ഇറങ്ങി വരാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് പകൽ മറന്നു പോകരുത്. യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് ഒരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോഴും അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വന്ന ഒരു ദൈവകരം ഇന്ന് പകൽ ആരാധിക്കുന്നവനെ ദൈവത്തിന് ആവശ്യമാണ്. ആരാധിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. ആരാധിക്കുന്നവരിലൂടെ ദൈവം ചരിത്രങ്ങളെ തിരുത്തി എഴുതും. ആമേൻ ആമേൻ ആമേൻ. സാഹചര്യങ്ങളെ മാറ്റി എഴുതും. ആരാധിക്കുന്നവരിലൂടെ ദൈവം ചില പ്രവൃത്തികളെ അയക്കും. ഇന്ന് പകൽക്കാലം ഒരു ദേശത്തിലെ സഭ ആരാധിക്കുന്ന സഭയെങ്കിൽ നിശ്ചയം ആ സഭയ്ക്കകത്ത് ചലനങ്ങൾ ഉണ്ടാകും. ആ സഭയിലൂടെ ദേശത്ത് വലിയ ചലനങ്ങളെ ഉണ്ടാക്കുവാൻ ആ ദൈവസഭയ്ക്ക് കഴിയും. ആരാധിക്കുന്ന സഭയായി തീരട്ടെ. ഹല്ലേലൂയ. അക്കാലത്ത് അവന്റെ ദാസന്മാർ അവനെ ആരാധിച്ചു. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്നും. കേട്ടോ? സ്തോത്രം. സറാഫുകൾ ആരാധിക്കുന്നതും പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ ഇവിടെ പറയുക രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം.
യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് പുറത്ത് എഴുതി വെച്ചിരിക്കുക, അവൻ ഇവിടെ ഇല്ല. സ്തോത്രം, അവൻ ഇവിടെ ഇല്ല. ഇത് പകലിൽ പല സഭകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. അവൻ ഇവിടെ ഇല്ല എന്ന് അവൻ കല്ലറയുടെ പുറകിൽ അവൻ പുറത്ത് എഴുതി വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അവൻ എവിടെയാണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആരാധിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരുവൻ, അവന്റെ പേരത്രേ നസ്രയനായ യേശു ക്രിസ്തു. പ്രിയരേ, മാളിക മുറിക്കകത്ത് ജനം ഒന്നിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ കരമുണ്ട്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒന്നിച്ച് കൂടിയിരുന്ന സ്ഥലത്ത് ആമേൻ ആമേൻ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആമേൻ കതകുകളും ഒന്നും തുറക്കാതെ എല്ലാം അടച്ചിട്ട ഒരു വീടിനകത്ത് ആരാധിക്കുമ്പോൾ അതിന്റെ നടുവിൽ വാതിലുകൾ തുറക്കാതെ ഒരുവൻ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ആമേൻ ആമേൻ എന്നോട് കേട്ടെന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന ആ വാഗ്ദത്തം പ്രാപിക്കാതെ മടങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചൊരു ദൈവകരമുണ്ട്. ഇന്ന് പകൽ മറന്നു പോകരുത്. അവൻ കല്ലറയ്ക്കകത്ത് അവൻ ഇവിടെ അവിടെ ഇല്ല. പക്ഷേ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് അവൻ ഉണ്ട്. എന്തിനാണ് യേശു കർത്താവ് അവൻ സ്തോത്രം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വരുന്നത്? ഒറ്റ കാര്യമാണ്. അവൻ നമ്മുടെ ആരാധനയെ ആശീർവദിക്കാൻ, നമ്മുടെ ആരാധനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, ആരാധനയ്ക്കകത്ത് ദൈവപ്രവൃത്തികൾ അവൻ വെളിപ്പെടുത്താൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. അപ്പം നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരുന്ന ആരാധനയായി തീരണം. പ്രാരംഭവാക്യം വായിച്ചത് അക്കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന. എന്നാൽ അവൻ സ്തോത്രം കായീനും ഹാബേലും ദൈവത്തിന് പ്രസാദമുള്ള ആരാധന കഴിക്കാൻ വേണ്ടി പോകുകയും മഹാബേലിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ആരാധന ദൈവപ്രസാദമുള്ള ആരാധനയാണോ? നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരാറുണ്ടോ? നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് ചിലർ നിന്നോട് സംസാരിക്കാറുണ്ടോ? നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് ചിലരെ തൊടാറുണ്ടോ? നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്ന് ചിലർ ചെയ്തെടുക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ ആരാധന ദൈവം പ്രസാദിക്കുന്നു, സ്വർഗം പ്രസാദിക്കുന്ന ആരാധനയായി മാറണം. ആ മണിക്കൂറുകൾ ആരാധിച്ചിട്ടും ദൈവത്തിന്റെ ആരാധനയ്ക്കകത്ത് തുടങ്ങി വന്നില്ലെങ്കിൽ നിന്റെ ആരാധന കൊണ്ട് പ്രയോജനമില്ല. ഇന്ന് പകൽ ആരാധിക്കുന്നവന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ പ്രവൃത്തിക്കായി, ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 46-ാമത്തെ വാക്യം. ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. വായിച്ചു. വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൂടി ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു തലമുറ കണ്ടോ? സ്വത്രം. പ്രതികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവർ കൂടി വന്ന ഇടത്ത് ദിനം പ്രതി കൂടി വന്നെന്ന. നമ്മൾ ഇന്ന് അതൊരു ഞായറാഴ്ചത്തേക്കും ഒരു വെള്ളിയാഴ്ചത്തേക്കും ഒക്കെ ആക്കി നമ്മൾ ഒതുക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു ദിനം പ്രതി കൂടി വന്നത്. എല്ലാ ദിവസവും കൂടി വന്നെന്നാണ്. എല്ലാ ദിവസവും കൂടി വന്ന് അവർ ഒന്നിച്ച് അപ്പം നുറുക്കുകയും അവർ ഒന്നിച്ച് ആരാധിക്കുകയും ചെയ്തു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് കൈമാറട്ടെ. ആരാധനയ്ക്ക് പരിധികളും പരിമിതികളും വെക്കരുത്. ആരാധനയ്ക്ക് പരിധികളും പരിമിതികളും വെച്ചാൽ ദൈവ സാന്നിധ്യത്തിനകത്തും നിനക്കും പരിധിയും പരിമിതികളും ഉണ്ടാകും. ദൈവം അയക്കുന്ന വിടുതലുകൾക്കകത്തും പരിധിയും പരിമിതിയും ഉണ്ടാകും. ഇന്ന് പകലിൽ ആരാധനയ്ക്കകത്ത് പരിധിയും പരിമിതികളും വെക്കരുത്. അതിലപ്പുറമായി പരിധികളും പരിമിതികളും ഒന്നുമില്ലാതെ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവസഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ദൈവസഭകളോട് ദൈവാത്മാവ് പ്രവചിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ആരാധനയുടെ തലത്തിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഉത്ബോധിപ്പിക്കുകയാണ്. ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ ദേശത്ത് വിടുതലുകൾ സംഭവിക്കും. ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ കെട്ടുകൾ അഴിയും. ആരാധന സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ ദേശം കെട്ടിയിട്ട ഇരുട്ടിന്റെ ശക്തികൾ ബാധിച്ച വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ വെളിച്ചം വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ആരാധനയില്ലാത്ത സഭ, പ്രാർത്ഥനയില്ലാത്ത സഭ ഒരു ഭ്രാന്താലയം പോലെയാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്റെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് പകൽ ആരാധനയും പ്രാർത്ഥനയും ഇല്ലാത്ത സഭ കള്ളന്റെ ഗുഹയായി തീർക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും ആരാധിക്കുന്നു ദൈവസഭ
കള്ളന്റെ ഗുഹയല്ല. ആരാധന കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നിറയപ്പെടുന്ന അവൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവം ഇറങ്ങി വരുന്ന യാക്കോബ് പറഞ്ഞതുപോലെ യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അതറിഞ്ഞില്ല. ഇന്ന് പോയി ദൈവം ഇറങ്ങി വരുന്ന അവൻ മഹത്വമേറിയ ഒരു സ്ഥലമായി ഒരാരാധന കൊടുപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് അവൻ സ്തോത്രം ഒരുക്കമാണോ? ഇങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തിയെ അതിശീഘ്രമായി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 26 വാക്യം ഒന്ന് വായിച്ചു. കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 26. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. സ്തോത്രം. നിങ്ങൾ കൂടി വരുമ്പോൾ സകലതും നിങ്ങളുടെ നടുവിൽ വേണം എന്ന് പറഞ്ഞാൽ ആരാധന ഉൾപ്പെടെ സകലതും നിങ്ങളുടെ നടുവിൽ വേണം. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട്, അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ ഒരു ആരാധനയുടെ തലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അക്കാലത്ത് യഹോവയുടെ ആരാധന തുടങ്ങിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയപ്പോൾ ആമേൻ 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 സ്തോത്രം ആമേൻ പുസ്തകങ്ങളുടെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചു, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. കണ്ടോ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആമേൻ അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവിടെയാണ് തുടക്കം. ആദിയിൽ തുടക്കം കുറിച്ചത്. വെളിപ്പാട് പുസ്തകത്തിൽ എത്തിയിട്ട് അവൻ അവിടെ വായിക്കുകയാണ്, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതെ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. വെളിപ്പാട് പുസ്തകം കൊണ്ട് തീർന്നിട്ടില്ല. ഇന്നും ഈ കാലയളവിലും ഈ നൂറ്റാണ്ടിലും അവൻ ഈ വർഷത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ദൈവത്തെ സത്യനമസ്കാരികൾ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കട്ടെ. സഭകൾക്കകത്ത് ആരാധനയ്ക്ക് സമയത്തെ മാറ്റുക, ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ കൊടുക്കുക, ആത്മാവിൽ ആരാധിപ്പാൻ തയ്യാറാകുക. ജീവിതത്തിന്റെ അകത്തുള്ള ഹൃദയത്തിനകത്തുള്ള നിരാശകളും വേദനകളും കയ്പുകളും എടുത്തു കളഞ്ഞ അവൻ ആരാധിച്ച് ഫ്രീ ആയി അവൻ എല്ലാം മറന്നു ദൈവത്തെ ഒന്ന് ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിച്ച് യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുത്താൽ നിന്റെ സഭയ്ക്കകത്ത് നീ പോലും വിളിക്കാതെ ആളുകൾ വന്നു കയറി അവൻ സഭ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ആത്മീയ നദിയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്റെ സഭയെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതെ, അവന്റെ ദാസന്മാർക്ക് മാത്രമേ അവനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കളോട് ആത്മാവിൽ ദൂത് കൈമാറട്ടെ. നിങ്ങൾ അവന്റെ ദാസന്മാരാണോ? നിങ്ങൾ അവന്റെ മക്കളാണോ? ഇന്ന് പകലിൽ അപ്പനെയൊന്ന് ആരാധിച്ചാട്ടെ, അപ്പനെയൊന്ന് ആരാധിച്ചാട്ടെ, അപ്പനെയൊന്ന് ആരാധിച്ചാട്ടെ. ആരാധനയ്ക്ക് പിശുക്ക് കാണിക്കരുത്. ആരാധനയ്ക്ക് ഒരു മഹത്വം തമ്പുരാന് കൊടുക്കാൻ നാം തയ്യാറാകണം. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം അതിന്റെ 8 വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം 8 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയരേ, രണ്ടാമത്തെ പദത്തിലേക്ക് നാം കടന്നു. ഒന്ന്, സഭയ്ക്കകത്ത് ആരാധന ആവശ്യമാണ്. ആരാധനയുള്ള സഭയെ വളരത്തുള്ളൂ. രണ്ടാമത്തെ തലം പ്രവൃത്തികളുടെ പുസ്തകം 1 അധ്യായം 8 വാക്യത്തിനകത്ത് നാം വായിച്ച വേദഭാഗം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുകയും എന്ന് പറഞ്ഞാൽ, ഒന്ന്, സഭ വളരുവാൻ ഒന്ന് ആരാധന ആവശ്യമാണ്. രണ്ട്, സഭ വളരുവാൻ പ്രധാനമായ രണ്ടാമത്തെ പദം സുവിശേഷീകരണമാണ്. സുവിശേഷീകരണമില്ലാത്ത സഭ മുരടിച്ചു പോകും. സുവിശേഷീകരണം ഉണ്ടെങ്കിൽ മാത്രമേ സഭ വളരത്തുള്ളൂ. ആദിമകാലത്തെ സഭ വളർന്നത് സുവിശേഷീകരണത്തിലൂടെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് 2025 ആണ്ടിലെ സഭ വളരുന്നത് സുവിശേഷീകരണത്തിലൂടെയല്ല, പരസ്യത്തിലൂടെയും ടെസ്റ്റുമണിയിലൂടെയാണ് സഭ വളരുന്നത്. സ്വത്രം 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 പ്രസുദ്ധന്മാരിലൂടെയുമാണ് സഭ വളരുന്നത്. എന്നാൽ ആമേൻ സ്തോത്രം. ആമേൻ
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് അന്ന് സഭ വളർന്നിരുന്ന ഏക മെത്തേഡ്, ഏക വഴി സുവിശേഷീകരണത്തിലൂടെയാണ്. അന്ന് പ്രശസ്തിയിലൂടെയല്ല, അന്ന് സമ്പത്തിലൂടെയല്ല, അന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അന്ന് ആമേൻ സ്തോത്രം ആമേൻ അറിയപ്പെടലുകളിലൂടെയല്ല, മറിച്ച് സുവിശേഷീകരണത്തിലൂടെയാണ് അന്ന് സഭ വളർന്നത്. ഇന്ന് പകലിൽ സുവിശേഷീകരണത്തിലൂടെ സഭ വളരത്തുള്ളൂ. ആമേൻ സുവിശേഷീകരണത്തിലൂടെ സഭ വളരത്തുള്ളൂ. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോയി ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ശക്തി ലഭിച്ചാൽ യെരൂശലേമിൽ ഒതുങ്ങാൻ കഴിയത്തില്ല, യഹൂദയിൽ ഒതുങ്ങാൻ കഴിയത്തില്ല, ആമേൻ എല്ലായിടത്തും, അതായത് ശമരിയയിലും ഒതുങ്ങാൻ കഴിയത്തില്ല. ഭൂമിയുടെ അറ്റത്തോളം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാവിന്റെ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങളുടെ മേൽ വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ദൈവിക അഭിഷേകമുണ്ട്. കാത്തിരുന്ന അഭിഷേകം, കാത്തിരുന്ന അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ആത്മാവിൽ ആരാധിക്കുവാൻ ആമേൻ സ്തോത്രം മുന്നേറാൻ കഴിയാത്ത വിധത്തിൽ താങ്കളായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറയാനുള്ള ഒരു സുവിശേഷീകരണത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന ഇടത്തു നിന്നും ശതകുറഞ്ഞ ആത്മാവിൽ എഴുന്നേറ്റുകൊണ്ട് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന സുവിശേഷീകരണത്തിന്റെ ആത്മാവ് ശക്തിയോടെ അത് വെളിപ്പെട്ടു വന്ന ആമേൻ നിങ്ങളെ ഭൂമിയുടെ അറ്റത്തോളം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അനേകരെ നേടിയെടുപ്പാൻ കരുത്തനായ ഒരു സുവിശേഷകരാക്കി മാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണം. അത് കർത്താവിന്റെ കൽപ്പനയാണ്. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 8-ാമത്തെ അധ്യായം 1-ാം വാക്യം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അന്ന് സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ആ ഉപദ്രവം നിമിത്തം അപ്പോസ്തലന്മാരെല്ലാം യഹൂദിയിലും ശമരിയയിലും ഒക്കെ ചിതറിപ്പോയി. ചിതറിപ്പോയി എന്ന് പറഞ്ഞ് സഭയുടെ പ്രവർത്തനം നിന്നുപോയില്ല. ശത്രു ചിതറിച്ചു കളഞ്ഞപ്പോഴും സഭ നേരിട്ട ഉപദ്രവത്തിനകത്ത് സഭയെ ചിതറിച്ചു കളഞ്ഞപ്പോഴും അവിടെ കൊണ്ട് സഭയുടെ പ്രവർത്തനം തീർന്നുപോയില്ല, നിന്നുപോയില്ല. ചിതറപ്പെട്ട സ്ഥലത്ത് സുവിശേഷീകരണം ആരംഭിച്ചു. നിന്റെ ദൈവം എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടുന്ന് സുവിശേഷീകരണം ആരംഭിക്കട്ടെ. അപ്പൊ ദൈവസഭ വളരുവാൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1 ആരാധന ആവശ്യമാണ്. 2 സുവിശേഷീകരണമുള്ള സഭ വളരുന്ന സഭയാണ്. സുവിശേഷീകരണമുള്ള സഭ വളരുന്ന സഭയാണ്. ആമേൻ. ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകുകയും ആമേൻ. ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തണം. ഭൂമിയുടെ അറ്റത്തോളം പോയി യേശു മാത്രം ഏക രക്ഷകൻ എന്ന് പറയണം. ഭൂമിയുടെ അറ്റത്തോളം പോയി യേശു മാത്രം ഏക കർത്താവ് എന്ന് പറയണം. ഭൂമിയുടെ അറ്റത്തോളം പോയി അവൻ മാത്രം ആമേൻ പാപപരിഹാരകൻ എന്ന് പറയണം. യേശു പാപികളെ രക്ഷിക്കുന്നുവെന്ന്, യേശു രോഗികളെ സൗഖ്യമാക്കുന്നുവെന്നും, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നുവെന്ന്, യേശുവിലൂടെ അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ 2ാമത് വരുമെന്നും കാത്തിരിക്കുന്നവർ അവനോടുകൂടി മണവാളനോടുകൂടി മണിയറായി പ്രവേശിക്കുമെന്നുള്ള അനന്തമായ സുവിശേഷത്തിന്റെ സത്യത്തെ വിളിച്ചു വരുവാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് സുവിശേഷീകരണം? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്താണ്? അതാണ് സുവിശേഷീകരണം. എന്താണ് സുവിശേഷം? ഒറ്റ പദത്തിൽ ബൈബിൾ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അതെ, യേശുവിനെ ഓർത്തുകൊള്ളുക. അവന്റെ ജനനം, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് സുവിശേഷം. ഈ സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുക, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. ആ പരിചയപ്പെടുത്തലിലൂടെ ഒരുവനിലേക്ക് സാൽവേഷൻ കയറട്ടെ, ഒരുവൻ രക്ഷയിലേക്ക് കയറട്ടെ, ഒരുവൻ വിടുതലിലേക്ക് കയറട്ടെ, ഒരുവൻ ദൈവനിയോഗത്തിലേക്ക് കയറട്ടെ. ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പറവാൻ സുവിശേഷകന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. അപ്പം 2 സുവിശേഷീകരണം. സുവിശേഷീകരണം ഒരു സഭയെ ആർക്കും അവൻ തടയാൻ കഴിയത്തില്ല. സഭ വളർന്നുകൊണ്ടേയിരിക്കും. 3 പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. 1-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ സ്നാനം
കൽപ്പിച്ചു. മതി. 1:4 പറയുന്നത്, നിങ്ങൾ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, നിങ്ങൾ യെരൂശലേമിൽ പോകരുത്. ഇത് പറഞ്ഞാൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. 3-ാമത്തെ ദൂത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന സഭ വളരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭ വളരും. പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് ആദ്യത്തെ 35 വർഷത്തെ സഭയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 35 വർഷത്തെ സഭയുടെ ചരിത്രം പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുമ്പോൾ ഓരോ അധ്യായത്തിനകത്തും, പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഓരോ അധ്യായത്തിനകത്തും പ്രാർത്ഥനയാണ് നിരന്തരമായി വെളിപ്പെട്ടിരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ് സഭകളുടെ ഉത്ഭവം ഉണ്ടാകുന്നത്, സഭയെ ജനിക്കുന്നത്, സഭ ഉടലെടുക്കുന്നത്. അവിടെ തന്നെയാണ് ഓരോ സഭയ്ക്കകത്തും ശക്തമേറിയ പ്രാർത്ഥനയുടെ ആത്മാവ് വെളിപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ശക്തമേറിയ പ്രാർത്ഥനയുടെ തലം തുറക്കപ്പെട്ടത്. അപ്പൊ 3-ാമത്തെ പദം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന സഭയെ തകർത്താൻ ഒരു പാതാള ശക്തിക്കും സാധ്യമല്ല. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് മറന്നുപോകരുത്, പ്രാർത്ഥിക്കുന്ന സഭ ജയത്തിന്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുന്ന സഭ ദേശത്തിന്റെ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന സഭ പൈശാചിക തലങ്ങളെ തകർക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സഭ ഇരുട്ടിൽ കിടക്കുന്ന അനേകരെ പുറത്തെടുക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ഫിലിസ്തീൻ ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ ആമേൻ പരാജയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പരാജയപ്പെടാത്ത ഒരു ശക്തികളും ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ ഇന്ന് പകൽ ഇരുളിന്റെ വ്യാപാരികൾ തച്ചുടയപ്പെടും, പൈശാചിക തലങ്ങൾ അറിയപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിധത്തെ സ്തുതിച്ചാട്ടെ. അതേ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭ വളരാനുള്ള കാരണം ഒറ്റ കാരണം മാത്രം പ്രാർത്ഥനയുടെ ശക്തിയാണ്. പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെങ്കിൽ സഭ വളരും, ഭവനം വളരും, വ്യക്തിജീവിതങ്ങൾ വളരും. ഉപജീവന മാർഗത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥനയാണ് സകലത്തിന്റെയും കാരണഭൂതനും അടിസ്ഥാനവും എന്ന് പറയും. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. കണ്ടോ, ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കഥ പറയാനല്ല, ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കുറ്റം പറയാനല്ല, ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എങ്ങനെ പ്രശ്നം സൃഷ്ടിക്കാമെന്നുള്ളതല്ല, ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എങ്ങനെ സ്തോത്രം പാസ്റ്ററെ സ്ഥലം മാറ്റാം എന്നുള്ളതല്ല. ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കണ്ടോ, കൈക്കരുത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, ബുദ്ധി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത്, സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് ആദിമസഭ നേടിയെടുത്തത് പ്രാർത്ഥനയിലൂടെയാണ്. ആദിമസഭ പരാജയപ്പെട്ടു പോകാത്തതിന്റെ കാരണം പ്രാർത്ഥനയാണ്. ഇന്ന് പകലിൽ ആത്മീയ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. സഭയുടെ അടിസ്ഥാനം സമ്പത്താണെങ്കിൽ തകർന്നു പോകും. സഭയുടെ അടിസ്ഥാനം അധികാരമുള്ളവരാണെങ്കിൽ തച്ചുടയപ്പെടാം. സഭയുടെ അടിസ്ഥാനം ഭൗതികമായ എന്തെങ്കിലും ആണെങ്കിൽ തകർന്നു പോകും. എന്നാൽ സഭയുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണെങ്കിൽ അതിനെ തച്ചുടയ്ക്കാൻ ഉലകത്തിലെ ഒരു ശക്തികളും ശ്രമിച്ചാലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്രമാരെ വിശ്വസിക്കും, ദൈവം തന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വത്രം സ്വത്രം സ്വത്രം. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയം ദേവാലയത്തിനകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം മറന്നുപോകരുത്. ആലയം പ്രാർത്ഥനാധിപുതമാകട്ടെ. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്റെ ആലയം പ്രാർത്ഥനാലയം. നിങ്ങളോ അതിനെ കള്ളന്റെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ആലയത്തിനകത്ത് പ്രാർത്ഥനയില്ലെങ്കിൽ അത് കള്ളന്റെ ഗുഹ തന്നെയാ. പ്രാർത്ഥനയില്ലാത്ത ആലയങ്ങൾ മുഴുവനും കള്ളന്റെ ഗുഹയാകുമ്പോൾ നിന്റെ ആലയം പ്രാർത്ഥനയുള്ള ആലയമായി തീരട്ടെ. നിന്റെ ഭവനം പ്രാർത്ഥനയുള്ള ഭവനമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ ആലയത്തെ തകർപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് മുതൽ പ്രാർത്ഥനയിൽ മുന്നേറുക. 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യം.
ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശം ഭൂമി സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിന് അരുളി ചെയ്താലേ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസ് ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സഭയ്ക്ക് നേരെ ഉപദ്രവങ്ങൾ നേരിട്ടപ്പോൾ അതിന്റെ നടുവിൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ എഴുന്നേൽക്കുന്ന ദൈവജനം. സ്വത്രം പ്രിയൻ മറന്നു പോകരുത്. അവൻ സഭയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന എല്ലാത്തിനും ഭൗതികമായ തലങ്ങളിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ സൊല്യൂഷൻ കണ്ടെത്താൻ തയ്യാറായാൽ അത് മാത്രമേ ഉള്ളൂ അന്തിമമായി നിലനിൽക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ അന്തിമമായി നിലനിൽക്കുന്നത്. അതിലൂടെ മാത്രമേ ഒരു വിടുതൽ പൂർണ്ണമാകത്തുള്ളൂ. ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ. നിന്റെ സഭ പ്രാർത്ഥിക്കുന്ന സഭയായി തീരട്ടെ. നിന്റെ ഭവനം പ്രാർത്ഥിക്കുന്ന ഭവനമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നവരെ ജയിക്കാൻ ശത്രുവിന് സാധ്യമല്ല. പ്രാർത്ഥിക്കുന്നവരെ തകർത്താനും ശത്രുവിന് സാധ്യമല്ല. അതുകൊണ്ട് സൈന്യങ്ങളുടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന സലാഹുകൾ ആരാധിക്കുന്നത് പോലെ പകൽക്കാലം ഒരു ആരാധന ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു സുവിശേഷീകരണത്തിന്റെ ആത്മാവിലൂടെ ഒരു സുവിശേഷീകരണത്തിന്റെ ബലങ്ങൾ പ്രയോജനപ്പെടാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തികളെ അത് ശീഘ്രമായി വെളിപ്പെടുത്തി തരും. 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ കൈയാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവ്. എന്തിനാ കൂടി വരുന്നത്? പ്രാർത്ഥിക്കാൻ. എന്തിനാ കൂടി വരുന്നത്? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയാണ് അവൻ പ്രവർത്തിക്കുന്ന പുസ്തകത്തിൽ ഉടനീളം സഭയെ വളർത്തിയ ഏക കാര്യം. ഇന്ന് പകലിൽ ആത്മാവിനെ ദൂത് കൈമാറാൻ സഭ വളരുന്നത് ജനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അവൻ സഭ വളരുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. സഭ വളരുന്നത് ഭൗതികമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. മറിച്ച് സഭ വളരുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ മാത്രമേ സഭ വളരുകയുള്ളൂ. എന്ന് പകലിൽ മറന്നു പോകരുത്. പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവസഭ വളരട്ടെ. 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിപ്പിൻ. 6-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. കണ്ടോ? സ്വന്തം. അപ്പോൾ ആദിമസഭയിലെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദൈവസഭ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദൈവജനം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു വിഭാഗത്തിലൂടെ ആൾക്കാർക്ക് മാത്രം കൊടുത്തിരിക്കുന്നതല്ല പ്രാർത്ഥന. സഭയിൽ വരുന്ന 100 പേരുണ്ടെങ്കിൽ 100 പേരും പ്രാർത്ഥിക്കുന്നവരാകണം. 20 പേരുണ്ടെങ്കിൽ 20 പേരും പ്രാർത്ഥിക്കുന്നവരാകണം. ഇന്ന് പകൽ സഭയ്ക്കകത്ത് വരുന്നവർ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. അവർ കൂടി വന്നിരുന്നത്. അവർ കൂടി വന്നപ്പോൾ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ദൈവസഭ എഴുന്നേൽക്കട്ടെ. ആദിമകാലങ്ങളിൽ നിന്നും അന്യപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ സഭകളിലേക്ക് ഈ പകൽക്കാലം മടങ്ങി വരട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ സഭകൾ എഴുന്നേൽക്കട്ടെ. അപ്പോൾ ദേശത്തും രാജ്യത്തും ഉണർവുകൾ സംഭവിക്കും. പ്രാർത്ഥനയുടെ ശക്തിയാൽ ജനം എഴുന്നേൽക്കട്ടെ. 7-ാം അധ്യായം 59-ാം വാക്യം. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. സഭാലോസിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ ഉപദ്രവം നേരിടുമ്പോഴും ബുദ്ധിമുട്ട് നേരിടുമ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്ന് പോലെ ഒരു ദൂത് കൈമാറാൻ സുഖത്തോടെ ഇരിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കാൻ തയ്യാറാകേണ്ടത്. മറിച്ച് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. തീച്ചൂള വെളിപ്പെടുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രതിസന്ധി വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നാം പാടിയതുപോലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലും വെളിപ്പെട്ടു വരും. ഗെത്സമനയിലെ പ്രാർത്ഥനയാണ് അഴിമത്തിക്കാനായി ജോസഫിന്റെ കല്ലറ ഒരു പുത്രനെ എത്തിച്ചതെങ്കിൽ ഇന്ന് പകൽ മറന്നുപോകരുത്. ആത്മനോഹത്തോടെ ധൈര്യത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഒരു വിടുതലിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ
പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്തു തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയട്ടെ. പ്രവർത്തിക്കുന്ന പുസ്തകം മുഴുവനും പ്രാർത്ഥനയാണ്. ആമേൻ, ഹല്ലേലൂയ. അവർ പ്രാർത്ഥന കൊണ്ട് നിറയപ്പെടുന്നവരായിരിക്കണം. 8-ാം അധ്യായം 15-ാം വാക്യം. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചുവല്ലോ. പരിശുദ്ധാത്മാവ് കൃപാവരങ്ങൾ ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ സഭ, ആദിമസഭ ഭൗതികമായ ഒന്നിലും ലൗകികമായ ഒന്നിലും തങ്ങൾ ആശ്രയിച്ചിരുന്നില്ല. സകല വിഷയങ്ങൾക്കും പ്രാർത്ഥനയിൽ ആശ്രയിച്ചു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സഭയായി എഴുന്നേൽപ്പാൻ നാം റെഡിയാണോ? അങ്ങനെ ഒരു സഭയായി എഴുന്നേൽക്കാൻ നാം റെഡിയാണോ? ഏത് പ്രശ്നങ്ങൾക്കും പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എഴുന്നേൽപ്പാൻ നാം റെഡിയാണോ? എന്ന് പറഞ്ഞ ദൈവാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. 9-ാം അധ്യായം 8 മുതൽ 10 വരെ. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അന്യാസിന്ന് ദൈവമനുഷ്യൻ വന്ന തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുപോലെ ഒന്ന് പുറത്തു പോയി അവൻ കാഴ്ച പ്രാപിച്ചു. ശൗലിയ സഹോദര, കാഴ്ച പ്രാപിക്കുന്ന ദൈവങ്ങളിൽ നിന്നേക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അന്യാസ് അവൻ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കുന്നു. എന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ നിയമമുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനകൾ ഒരു അത്ഭുതമായി തീരാമോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് അത്ഭുതം വെളിപ്പെട്ടിരിക്കും. പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പ് അത്ഭുതം വെളിപ്പെട്ടിരിക്കും. അതെ, അത്ഭുതം വെളിപ്പെട്ടിരിക്കും. അത്ഭുതങ്ങളുടെ ശുശ്രൂഷ നടക്കുന്നത് ആമേൻ, ആമേൻ, ആമേൻ മാജിക്കിലൂടെയല്ല, മന്ത്രത്തിലൂടെയല്ല, വിദ്യയിലൂടെയല്ല, പ്രാർത്ഥനയിലൂടെയാണ്. ആദിമസഭയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മേൽപ്രവൃത്തികളും നടത്തിയത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ഇന്നുവരെ വിശ്വസിക്കാൻ ദൈവജനം ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥനയിലൂടെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതൽ ഉണ്ടാകുകയുള്ളൂ. 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗം. 10-ാം അധ്യായം 1 മുതൽ ഉള്ള വേദഭാഗം വായിച്ചു. ഇത്താലിക്ക് എന്ന പട്ടാളത്തിൽ കൊർന്നലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിനു മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും തന്റെ അടുക്കൽ അകമടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെ വിളിച്ച് സകലം വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. ഇവിടെ പറയപ്പെട്ട വേദഭാഗത്തിനകത്ത് പ്രാർത്ഥിക്കുന്നവന് ദർശനങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ ദൂതന്മാരെ കാണും. സ്വത്രം പ്രാർത്ഥിക്കുന്നവർക്ക് ദൂതന്മാരുടെ വിസിറ്റേഷൻ ഉണ്ടാകും. ഇന്ന് പകൽ മറന്നു പോകുന്നതാണ് പ്രവർത്തിക്കുന്ന പുസ്തകം 10-ാം അധ്യായത്തിൽ നടന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വെളിപ്പാടുണ്ടായി. അവൻ ദൈവാത്മാവിനോട് ഇടപെടും. പ്രാർത്ഥിക്കുന്നവരോട് മാത്രമേ ദൈവം ഇടപെടാറുള്ളൂ. പ്രാർത്ഥിക്കാത്തവരോട് ദൈവം ഇടപെടാറില്ല. പ്രാർത്ഥിക്കുന്നവരോട് മാത്രമേ ദൈവം സംസാരിക്കാറുള്ളൂ. പ്രാർത്ഥിക്കാത്തവരോട് ദൈവം സംസാരിക്കാറില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ ദർശനങ്ങളാൽ നാം നിറയും, ദൈവശബ്ദത്താൽ നാം നിറയും. ആമേൻ, ആമേൻ, ആമേൻ. അതുപോലെ ദൈവത്തിന്റെ കൃപകളാൽ നാം നിറയും. അതുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 12-ാം അധ്യായം 5 മുതലുള്ള വാക്യം. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചെങ്കലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ആദ്യ വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ
സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവം സഭ ശ്രദ്ധയോടെ ഒരു ഭക്തന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഇറങ്ങേണ്ടിടത്ത് ദൂതൻ ഇറങ്ങും. വിടുവിക്കപ്പെടേണ്ട വിഷയങ്ങൾ വിടുവിക്കപ്പെടും. എത്ര അഗാധങ്ങളിൽ, എത്ര ആഴത്തിൽ, ആമേൻ, എത്ര പേർ അതിനെ കെട്ടിവെച്ചതാണെങ്കിലും കെട്ടുകൾ അഴിയും, വിടുതലുകൾ നടക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സഭയുടെ ഡ്യൂട്ടി എന്താണ്? ആമേൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ അഴിയേണ്ടതൊക്കെ അഴിയും. വിടുതൽ പ്രാപിക്കേണ്ട മേഖലകൾ വിടുതലുണ്ടാകും. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ആമേൻ, സഭയ്ക്കകത്ത് ഒരു വലിയ വിടുതൽ വെളിപ്പെടാൻ പോകുക. പ്രാർത്ഥിക്കുന്ന സഭ അത്ഭുതങ്ങൾ കാണും. പ്രാർത്ഥിക്കുന്ന സഭ ദർശനങ്ങൾ കാണും. പ്രാർത്ഥിക്കുന്ന സഭ ദൂതന്മാരുടെ വിസിറ്റേഷൻ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന സഭയുടെ വിഷയങ്ങൾ ബന്ധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ ബന്ധിച്ച മേഖലയ്ക്കകത്ത് ദൂതൻ ഇറങ്ങി ചിലത് ദൈവസഭയ്ക്ക് വേണ്ടി റിലീസ് ആക്കി കൊടുക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക? ഹല്ലേലൂയ. അടുത്ത വാക്യം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യം. 13-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, അന്ത്യോക്യ സഭയിൽ കുറെ പേരുടെ പേര് പറയുന്നു. ബർന്നബാസ്, നീഗർ തുടങ്ങിയവർ അവിടെ ഉണ്ടായിരുന്നു. അവർ കർത്താവിന്റെ നാമത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ ശൗലും ബർന്നബാസിന്റെ മേൽ കൈവച്ചിട്ട് പറയുക, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ആമേൻ സ്തോത്രം. അവർ പറയുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ആമേൻ അവരോട് ഇടപെടുകയാണ്. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി വേർതിരിപ്പിൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആമേൻ, ആമേൻ സ്തോത്രം. ഓർഡിനേഷൻ വഴിയായിട്ടല്ല, ആമേൻ സ്തോത്രം, ദൈവം തന്റെ ദാസന്മാരെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ആമേൻ ഹല്ലേലൂയ, മറ്റെന്തെങ്കിലും വഴികളിലൂടെ കടന്നുപോയല്ല. ആമേൻ, ദൈവം തന്റെ ഭൃത്യന്മാരെ തിരഞ്ഞെടുത്തത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അപ്പോസ്തലന്മാരോട് ഇടപെട്ടതിനനുസരിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു വേർതിരിക്കുന്ന ഒരു തലം. ആമേൻ സ്തോത്രം. അതാണ് ശുശ്രൂഷയുടെ ഏകമാർഗം, ഏക വഴി. അതിലൂടെ മാത്രമേ അവൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ വക ആൾക്കാരും അതിനകത്തുണ്ടാകും. എന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ചില നല്ല ആളുകളെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാർ ചെയ്തു. ഉപവസിച്ചും പ്രാർത്ഥിച്ചും വന്നപ്പോൾ ദൈവാത്മാവരോട് ഇടപെട്ടതിനനുസരിച്ച് അവർ ചെയ്തു. ഇന്ന് പകലൊരു ദൂത് കൈമാറാൻ. അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിലത് നിങ്ങളെ കേൾപ്പിക്കും. ദൈവം ചിലത് നിങ്ങളോട് സംസാരിക്കും. അതിനൊത്തവണ്ണം നിങ്ങൾ അനുസരിച്ചാൽ നിശ്ചയം അത് ഒരു മഹാസാക്ഷ്യമായി തീരും. ഭൂലോകത്തെ ഇളക്കി മറിക്കുന്നവർ തങ്ങളുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ദൂത് പറയാം. ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവൻ വേർതിരിച്ചപ്പോൾ ശൗൽ എന്ന വ്യക്തി അസാധാരണമായി ശുശ്രൂഷ ചെയ്യുന്ന ഭൂമണ്ഡലങ്ങളെയും ഭൂലോകങ്ങളെയും ആമേൻ ഇളക്കി മറിക്കുന്ന വിധത്തിൽ ആമേൻ 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 സുവിശേഷത്തിന്റെ ദീപശിഖ വീശുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് പകൽ മറന്നുപോകരുത്. യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. യഹോവയുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അടുത്ത പദത്തിലേക്ക് പോകാം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിൽ അനുരൂപമാകാൻ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ 4-ാമത്തെ തലം എന്താണെന്നറിയാമോ? മാതൃകപരമായ ജീവിതം നയിക്കാൻ സഭയുടെ വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. മാതൃകാപരമായ ജീവിതം നയിക്കാൻ. എങ്ങനെയാണ് മാതൃകാപരമായ ജീവിതം നയിക്കുന്നത്? നാം ഇവിടെ വായിച്ചതുപോലെ, സഹോദരന്മാരെ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സഹോദരന്മാരെ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമേ മാതൃകാപരമായ ജീവിതം നയിപ്പാൻ സാധ്യമാകുകയുള്ളൂ. 14-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിൽ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ഒന്നുകൂടെ വായിച്ച്. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ
ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, മനുഷ്യന് കൊള്ളാവുന്നവൻ. ഇങ്ങനെ സാക്ഷ്യമുള്ളവരെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ, മനുഷ്യന് കൊള്ളാവുന്നവൻ. ഇങ്ങനെ മാതൃകാപരമായ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന സഭയ്ക്ക് മാത്രമേ ആമേൻ സ്തോത്രം വളരുവാൻ സാധിക്കുകയുള്ളൂ. പ്രമാണം വിട്ട് ആമേൻ ചരിക്കുന്ന സഭകൾക്കകത്ത് ആമേൻ സ്തോത്രം ജീവൻ വ്യാപരിക്കത്തില്ല. പ്രമാണം വിട്ട് നടക്കുന്ന സഭകൾക്കകത്ത് ജനം കൂടി വരികയില്ല, വളരത്തില്ല സഭ. സ്തോത്രം സ്തോത്രം. ജനം വരുന്നത് മാത്രമല്ല വളർച്ച. ഹല്ലേലൂയ. സഭ വളരുക എന്ന് പറഞ്ഞാൽ 10 പേരിൽ നിന്നും 20ലേക്ക് എത്തുക, 20ൽ നിന്ന് 40ലേക്ക് എത്തുക, 40ൽ നിന്ന് 80ലേക്ക് എത്തുക, 80ൽ നിന്ന് 160ലേക്ക് എത്തുക. ഇങ്ങനെ 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 അങ്ങോട്ടുള്ള തലത്തിന്റെ പേരല്ല വളർച്ച എന്ന് പറയുന്നത്. ആമേൻ. ജനത്തിന്റെ എണ്ണം പെരുകുന്നതിന്റെ പേര് മാത്രമല്ല വളർച്ച എന്ന് പറയുന്നത്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ജനത്തിന്റെ എണ്ണം പെരുകുന്നത് ഒന്ന്. രണ്ടാമത്തത് നിരവധി ഇടങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെടുന്നത് 2. 3 ആമേൻ സ്തോത്രം അനേകം സുവിശേഷകന്മാരെ വാർത്തെടുക്കുന്നത്. ആമേൻ സ്തോത്രം പിന്നീട് അനേകം രക്ഷിക്കപ്പെടുന്നത്, അനേകം സ്നാനപ്പെടുന്നത്. ഇതെല്ലാം സഭയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. സഭയുടെ വളർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചെറിയ ഇടത്തുനിന്നും വലിയ ഇടത്തേക്ക് പോകുന്നു, ചെറിയ സാധനങ്ങൾ മറ്റു വലിയ സാധനങ്ങൾ ചർച്ചിനകത്ത് കൊണ്ടുവരുന്നു, ചെറിയ എണ്ണത്തിൽ നിന്നും പെറ്റുവരുന്ന പോലെ ആളുകൾ ഇടിച്ചു കയറുന്നു. ഇതാണ് സഭയുടെ വർധനമെന്ന്. അത് മാത്രം അല്ല, അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ആമേൻ സഭയെ ദൈവം വളർത്താൻ പോകുകയാണ്. ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുക. ആമേൻ നിങ്ങളെയും നിങ്ങളുടെ സഭയെയും ദൈവം വളർത്താൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ നിശ്ചയമായിട്ടും അതിനുവേണ്ടി ഒരുങ്ങാമെങ്കിൽ ദൈവം നിങ്ങളെ വളർത്താൻ പോകുന്നു. സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 14-ാം അധ്യായം 18-ാം വാക്യം അവിടെയാണ് നാം വായിച്ചത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദൈവത്തെ സേവിക്കുന്നവനും ആമേൻ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യനെ ഭയപ്പെടുന്നവനുമായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു വ്യക്തി, സാക്ഷ്യമുള്ള ഒരു വ്യക്തി. അടുത്ത പദത്തിലേക്ക് പോവാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. സഭ വളരുവാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ശിഷ്യന്മാരെ വാർത്തെടുക്കുക. അനേകരെ വിശ്വാസികളാക്കുവിനെന്നല്ല, അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു സഭയാണ് ദൈവത്തിന് ആവശ്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വേദഭാഗം ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള വേദഭാഗം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഇടയൻ എന്നീ തലങ്ങളിൽ 5-fold മിനിസ്ട്രി പോലെ പരിശുദ്ധാത്മാവ് ആമേൻ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്ന കാര്യം ദൈവജനത്തെയും ദൈവസഭയിൽ കടന്നു വരുന്ന ദൈവജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നേരായ മാർഗത്തിലൂടെ ഷണ്ണൻ ചോദിച്ചതുപോലെ പൊരുൾ തിരിച്ചറിയാതെ തന്നാൽ, പൊരുൾ തിരിക്കാതെ തന്നാൽ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും? സ്തോത്രം. അപ്പൊ പൊരുളിനെ തിരിച്ചു കൊടുക്കാൻ, അർത്ഥങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, ചിലരെ ഉപദേശിക്കാൻ, ജനത്തെ പഠിപ്പിക്കാൻ ദൈവം ഒരുപറ്റം സംഘത്തെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവസാനത്തെ പദം എന്ന് പറയുന്നത് പഠിപ്പിക്കുക, ശിഷ്യരാക്കുക. സ്തോത്രം. മറ്റുള്ളവരെ പഠിപ്പിക്കുക മാത്രമല്ല, ശിഷ്യരാക്കിക്കൊള്ളുന്ന ഒരു ആത്മതലത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. ആമേൻ സ്തോത്രം. പഠിപ്പിക്കുക, ശിഷ്യരാക്കിക്കൊള്ളുക. സ്തോത്രം. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റപ്പദം കൂടെ ഒന്നും കൂടെ ആമേൻ സ്തോത്രം അതൊന്ന് പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് സഭ വളരുന്നത്? 5 കാര്യങ്ങൾ. 1, ആരാധനയുള്ള സഭ വളരും. 2, സുവിശേഷീകരണം ഉള്ള സഭ
വളരും. അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുന്ന സഭ വളരും. 3, പ്രാർത്ഥനയുള്ള സഭ വളരും. പ്രാർത്ഥനയുള്ള സഭയെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. ആമേൻ. അടിസ്ഥാനം പ്രാർത്ഥനയിലാണെങ്കിൽ ആരും വളർത്താതെ ദൈവം തന്റെ സഭയെ വളർത്തും. 4, ആമേൻ, മാതൃകാപരമായി ജീവിതം നയിക്കുന്ന സഭ വളരും. ഉറപ്പാണ്. ആമേൻ. ദേശത്ത് സാക്ഷ്യമില്ലാത്ത സഭ ഒരിക്കലും വളരത്തില്ല, മുരടിച്ചു പോകും, ഒരിക്കലും വളരത്തില്ല. പക്ഷെ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഒരു ദൈവസഭ അത് ആമേൻ വളർച്ചയിലേക്കല്ല, അത് ആമേൻ സ്തോത്രം വളർച്ചയിലേക്ക് തന്നെ എത്തപ്പെടുവാൻ, അത് വളരുവാൻ ഇടയായി തീരും. 5, ആമേൻ, പഠിപ്പിക്കലുകളും ശിഷ്യന്മാരുമുള്ള ദൈവസഭ അത് വളർച്ചയിലേക്ക് എത്തപ്പെടും. ബൈബിൾ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതാണ് സഭ വളരാനുള്ള